കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് പവറിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണമസ് സൊസൈറ്റിയായ സെൻട്രൽ പവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിലവിലുള്ള സ്ഥിരം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ബാംഗ്ലൂരാണ് സെൻട്രൽ പവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അവർക്ക് ഭോപ്പാൽ, ഹൈദരാബാദ്, നാഗ്പൂർ, നാസിക്, നോയിഡ, കൊൽക്കത്ത, ഗുവാഹട്ടി, റായ്പൂർ എന്നീ യൂണിറ്റുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ നാഷണൽസ് ആയിട്ടുള്ളവർക്കാണ് ഈ അപേക്ഷിക്കാൻ കഴിയുക. പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. സയന്റിഫിക് അസിസ്റ്റന്റ് 4 പോസ്റ്റ്, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് 8 പോസ്റ്റ്, ടെക്നീഷ്യൻ ഗ്രേഡ് 1 6 പോസ്റ്റ്, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ 1 പോസ്റ്റ്, അസിസ്റ്റന്റ് ഗ്രേഡ് 2 23 പോസ്റ്റ്, അസിസ്റ്റന്റ് ലൈബ്രറിയൻ 2 പോസ്റ്റ്. അങ്ങനെ 44 ഒഴിവുകളാണ് ആകെ ഉള്ളതെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻസ് നോക്കാം. സയന്റിഫിക് അസിസ്റ്റന്റിന് വേണ്ട യോഗ്യത 4 വേക്കൻസികളാണ്. BSc കെമിസ്ട്രിയും 5 വർഷത്തെ പ്രതിവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 35 വയസ്സാണ് വരുന്ന പ്രായപരിധി. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിനും വേണ്ട യോഗ്യത എന്നുള്ളത് ഇലക്ട്രിക്കൽ 4 സിവിൽ 4 വേക്കൻസിയാണുള്ളത്. 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സിവിൽ ഉള്ള ഡിപ്ലോമയും 5 വർഷത്തെ പ്രതിവരെയുള്ളവർക്ക് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. 35 വയസ്സാണ് വരുന്ന പ്രായപരിധി. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ITS സർട്ടിഫിക്കറ്റ് ഇലക്ട്രിക്കൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 28 വയസ്സാണ് വരുന്ന പ്രായപരിധി. ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്ററിന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, അതോടൊപ്പം ഹിന്ദിയും ഇംഗ്ലീഷും സബ്ജക്റ്റായിട്ട് പഠിച്ചതായിരിക്കണം. 30 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അസിസ്റ്റന്റ് ഗ്രേഡ് 2 BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom, BBA, BBM, BSc, BCA അങ്ങനെയുള്ള ബിരുദ കോഴ്സുകൾ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. കമ്പ്യൂട്ടർ കോഴ്സുകളൊക്കെ കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കാം. 30 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അസിസ്റ്റന്റ് ലൈബ്രറിയുടെ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലെ ബിരുദവും ലൈബ്രറി സയൻസുള്ള ബിരുദമാണ്. 30 വയസ്സുള്ളവർക്കാണ് ഇതിലേക്കും അപേക്ഷിക്കാൻ കഴിയും. ഇതിനൊക്കെല്ലാം പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2025 മെയ് 25 അടിസ്ഥാനമാക്കിയാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ശമ്പള സ്കെയിൽ പറയുന്നത് സയന്റിഫിക് അസിസ്റ്റന്റ്, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് 2 പോസ്റ്റിലേക്കും ലെവൽ 6 അപ്പോയിന്റ്മെന്റ് ആണ്. 35,400 മുതൽ 1,12,400 വരെയാണ് ശമ്പളം ലഭിക്കുക. ടെക്നീഷ്യൻ ഗ്രേഡ് 1നും 19,900 മുതൽ 63,200 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ 35,400 മുതൽ 1,12,400 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. അസിസ്റ്റന്റ് ഗ്രേഡ് 2ന് 25,500 മുതൽ, അസിസ്റ്റന്റ് ഗ്രേഡ് 2നും അസിസ്റ്റന്റ് ലൈബ്രറിയും 25,500 മുതൽ 81,100 എന്ന സ്കെയിലായിരിക്കും രണ്ടിനും ശമ്പളം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. തിരഞ്ഞെടുക്കുന്ന എല്ലാ പോസ്റ്റിലേക്കും 2 വർഷം പ്രൊബേഷൻ ആയിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇന്ത്യക്കാരായിട്ടുള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ സെൻട്രൽ പവർ റിസർച്ചിന്റെ വെബ്സൈറ്റായ https:/cpri.res.in എന്ന സൈറ്റ് നിങ്ങൾ ഇടയ്ക്ക് സന്ദർശിക്കുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ എല്ലാവർക്കും വരിക. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന ഈ വെബ്സൈറ്റ് തീർച്ചയായും സന്ദർശിക്കുക. നമുക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ സയന്റിഫിക് അസിസ്റ്റന്റ്, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ്, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ 3 പോസ്റ്റിനും 1000 രൂപയാണ് അപേക്ഷാ ഫീസ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1, അസിസ്റ്റന്റ് ഗ്രേഡ്, അസിസ്റ്റന്റ് ലൈബ്രറിയൻ പോസ്റ്റിലേക്ക് 700 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. SC STക്കാർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും വനിതാ കാൻഡിഡേറ്റ്സും എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സും ഫീസ് കൊടുക്കുന്നില്ല. ബാക്കി എല്ലാവരും ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതിന്റെ ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം https:/cpri.res.in സൈറ്റ് ലഭ്യമാണ്. ഇതിലേക്കുള്ള പ്രധാനപ്പെട്ട തീയതികൾ പറയുകയാണെങ്കിൽ 2025 മെയ് 5 മുതൽ 25 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ എല്ലാ അക്കാഡമിക് ക്വാളിഫിക്കേഷനും ഏജും ഒക്കെ കട്ട് ഓഫ് ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് മെയ് 25 ആണ്. 25-ാം തീയതി അടിസ്ഥാനമാക്കിയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ അഡ്രസ്, എക്സാമിനേഷൻ സെന്റർ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സെന്റർ, ട്രേഡ് ടെസ്റ്റ് ആണെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഏതാണ് അതിന്റെ സെന്ററും ഡീറ്റെയിൽസും ഒക്കെ പിന്നീട് അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമിനേഷൻ സെന്ററുകൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ കൊൽക്കത്ത, ബംഗളൂരു, നാഗ്പൂർ, ഹൈദരാബാദ്, ഭോപ്പാൽ, നോയിഡ എന്നീ സെന്ററുകളാണ്. കേരളത്തിനടുത്ത് ബംഗളൂരുവും ഹൈദരാബാദും മാത്രമാണ് എക്സാമിനേഷൻ സെന്ററുകൾ ഉള്ളത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവിംഗ് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള താല്പര്യമുള്ള ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2025 മെയ് 25 വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷിക്കേണ്ട വിലാസം വെബ്സൈറ്റ് എന്നോട് പറയാം. https:/cpri.res.in എന്നുള്ളതാണ്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.